ഇന്ന് ഓഫ് ദിവസത്തെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ? നല്ല അടിപൊളി കൂന്തൽ തോരൻ, കാളാഞ്ചി മുളക് കറി, പപ്പടം കാച്ചിയത്, കുഴച്ച കപ്പ. ഇതൊന്നും പോരായിട്ട് പുറമേ ഞാൻ നല്ല അടിപൊളി ഒരു മുട്ട അങ്ങ് പൊരിച്ചു. അപ്പോൾ അതെ, കുത്തരി ചോറിൻ്റെ കൂടെ ഈ കറികളൊക്കെ ഓരോന്നായിട്ട് അങ്ങ് വിളമ്പി. കൂന്തൽ തോരനും കുഴച്ച കപ്പയും നല്ല മീൻ മുളക് കറിയും നാരങ്ങ അച്ചാറും മുട്ട പൊരിച്ചതും പപ്പടം എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി അങ്ങ് കുഴച്ച് കഴിക്കണം. എൻ്റെ പൊന്നു മക്കളെ, സ്വർഗം തന്നെ പറയാം. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വല്ലപ്പോഴും അല്ല ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ കിട്ടുന്ന ഭക്ഷണം. എന്തായാലും കറി എത്ര തന്നെ ഉണ്ടെങ്കിലും, കറി കുറവാണെങ്കിലും ഏത് ഭക്ഷണത്തിനും നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു രുചി കൂടുന്നത്. എൻ്റെ ഒരു പോളിസി അങ്ങനെയാട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊന്നും ആരും ശ്രദ്ധിക്കാനില്ല. നമ്മളങ്ങ് മനസ്സറിഞ്ഞ് കഴിക്കുക. നമ്മൾ ഭക്ഷണത്തെ സ്നേഹിക്കുന്നത് അത് ആസ്വദിച്ച് കഴിക്കുമ്പോഴാട്ടോ. അങ്ങനെ കഴിക്കുന്ന കാണുമ്പം തന്നെ മറ്റുള്ളവർക്കും വയറ് നിറയും. ഞാൻ അങ്ങനെയാട്ടോ വിശ്വസിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ കറികളായതുകൊണ്ടൊന്നുമല്ല, നമ്മൾ കറിയുടെ രുചിയിലും കാര്യങ്ങളൊന്നുമല്ല, നമ്മളത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനെ കുറച്ച് ബഹുമാനിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു. നമുക്ക് അമ്മയും അച്ഛനൊന്നും ഉണ്ടാക്കി തരാനായിട്ടില്ലല്ലോ. പ്രവാസികൾക്ക് ഇത് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം നമ്മൾ സ്വയം ഉണ്ടാക്കി അത് ആസ്വദിച്ച് വയറിന് എന്താ പറയുക, സമാധാനത്തോടെ നമ്മളങ്ങ് കഴിക്കുക. ആ കഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.